നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. ബി.ജെ.പിയുടെ ബി ടീമാണ് CPM എന്ന് രമേശ് ചെന്നിത്തല. പൊൻകുന്നം കൂരാലിയിൽ സോളാർ ലൈറ്റിന്റെ ബാറ്ററികൾ മോഷണം പോയ സംഭവം. 2 പേരെ പൊൻകുന്നം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ആവേശം പകർന്ന് UDF കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ. കേന്ദ്ര സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താകുമെന്ന് മോൻസ് ജോസഫ് MLA. വാർത്തകൾ വിശദമായി. ബി.ജെ.പിയുടെ ബി ടീമാണ് CPM എന്ന് രമേശ് ചെന്നിത്തല. ബി.ജെ.പിയെ ശക്തിപ്പെടുത്താൻ LDF ശ്രമിക്കുന്നതായും രമേശ് ചെന്നിത്തല കോട്ടയത്ത് കുറ്റപ്പെടുത്തി. ബി.ജെ.പിയുടെ ബി ടീമാണ് CPM എന്ന് രമേശ് ചെന്നിത്തല. ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ CPM ശ്രമിക്കുന്നതായും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഇത് വ്യക്തമാക്കുന്ന തെളിവാണ് EP ജയരാജന്റെ പ്രസ്താവനയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരനും EP ജയരാജനും തമ്മിലുള്ള ബിസിനസ് ബന്ധം നിലവിലുള്ളതുകൊണ്ടാണ് LDF കൺവീനർ ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ പേര് പുകഴ്ത്തി പറഞ്ഞതെന്ന് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. അപ്പോൾ കേരളത്തിൽ LDF കൺവീനർ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് പറയുകയും അവര് പ്രോത്സാഹിപ്പിക്കുകയും അവരുമായിട്ടാണ് LDFന്റെ മത്സരമെന്ന് പറയുകയും ചെയ്തത് വെറുതെ ഒരു വിടുവായിത്തമല്ല, ആലോചിച്ചുറപ്പിച്ച് CPM നേതൃത്വം പറയുന്ന അനുവാദത്തോടെ പറയുന്ന കാര്യമാണ്. ബി.ജെ.പിയെ ശക്തിപ്പെടുത്താനുള്ള LDFന്റെ ശ്രമം ജനങ്ങൾ തിരിച്ചറിയുമെന്നും കേരളത്തിൽ 20-ൽ 20 സീറ്റും UDF നേടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരായുള്ള വിധിയെഴുത്താവുമെന്ന് മോൻസ് ജോസഫ് MLA. പൊൻകുന്നത്ത് UDF കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട മണ്ഡലം UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ പൊൻകുന്നത്ത് നടന്നു. പൊൻകുന്നം ടൗണിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന തെരഞ്ഞെടുപ്പ് റാലി നടന്നു. തുടർന്ന് ലീലാമഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താകുമെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. UDF നിയോജക മണ്ഡലം ചെയർമാൻ CV തോമസ് കുട്ടി അധ്യക്ഷനായി. ജോസഫ് വാഴക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. അതിന്റെ പകുതി വോട്ട് വിളിച്ചാൽ ഞങ്ങൾ ഈ പണി നിർത്തി പോയി തവണ ബി.ജെ.പി ഒന്നും ആളുകൾക്ക് വിശ്വാസമില്ലായി. അതിന്റെ കൂട്ടത്തിൽ രണ്ടും കൂടെ കൂടിയപ്പോ ശരിയായി. ആർക്കും വിശ്വാസമില്ല. ബി.ജെ.പിക്കൊന്നും ആളുകൾ വിശ്വസിക്കും. കാരണം ഇത് മുഴുവൻ അനുഭവിക്കുന്നവർക്കറിയാം ഇത് മുഴുവൻ കള്ളവാ പറയുന്നതെന്ന്. അതുപോലെയാണ് നമ്മുടെ പിണറായി വിജയൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അതുകൊണ്ട് മറ്റു ഒരുപാട് കഥകളുണ്ട്, പറയുന്നില്ല. പിണറായി വിജയൻ അതിന്റെ വേറൊരു പതിപ്പാണ്. ആന്റോ ആന്റണി MP, KPCC ജനറൽ സെക്രട്ടറി PA സലീം, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പൽ, നിയോജക മണ്ഡലം കൺവീനർ ജിജി അഞ്ചാനി, UDF നേതാക്കളായ തോമസ് കല്ലാടൻ, P സതീഷ് ചന്ദ്രൻ നായർ, PA ഷമീർ, മുണ്ടക്കയം സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം പോരാട്ട ചൂടിൽ. മുഴുവൻ സീറ്റും നേടി UDF ഇത്തവണ വിജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല കോട്ടയത്ത് UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കോട്ടയത്ത് തുറന്നു. KPCC പ്രചാരണ വിഭാഗം ചെയർമാൻ രമേശ് ചെന്നിത്തല ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ ആലപ്പുഴയും നേടി 20-ൽ 20 സീറ്റിലും UDF വിജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ കഴിഞ്ഞ തവണയാണ് UDF 20-ൽ 19 സീറ്റ് നേടി വലിയ വിജയം കൈവരിച്ചത്. കഴിഞ്ഞ തവണ ചുണ്ടിനും കാപ്പിനിടയിലാണ് 1 സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടത്, ആലപ്പുഴ. ഇത്തവണ അത് തിരിച്ചു പിടിക്കാനാണ് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ തന്നെ അവിടെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഇത്തവണ 20-ൽ 20 സീറ്റ് നേടി വലിയൊരു മുന്നേറ്റം കേരളത്തിലെ UDF ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മൾ എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത്. MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PJ ജോസഫ്, മോൻസ് ജോസഫ്, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, PC തോമസ്, ജോസഫ് വാഴക്കൻ, KC ജോസഫ്, UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
പൊൻകുന്നം കൂരാലിയിൽ സോളാർ ലൈറ്റിന്റെ ബാറ്ററി മോഷ്ടിച്ച 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ കൂരാലിയിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്തു. പാലാ പൊൻകുന്നം റോഡിലെ കൂരാലിയിൽ സോളാർ ലൈറ്റുകളുടെ ബാറ്ററികൾ മോഷ്ടിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. എരമല്ലൂർ പാറക്കൽ PV അച്ചു, കല്ലാരമംഗലം മാവടി AR അബി എന്നിവരെയാണ് പൊൻകുന്നം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി കൂരാലിയിൽ ഒരു സോളാർ വഴിവിളക്കിന്റെ ബാറ്ററി ഇരുവരും ചേർന്ന് മോഷ്ടിക്കുന്നത് കണ്ട പ്രദേശവാസി പോലീസിൽ അറിയിച്ചിരുന്നു. ഇവരുടെ കാറിന്റെ നമ്പറും പോലീസിന് കൈമാറി. മൂവാറ്റുപുഴയിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയത്. പൊൻകുന്നം മുതൽ മൂവാറ്റുപുഴ വരെയുള്ള ഹൈവേയിൽ നിരവധി വഴിവിളക്കുകൾ തെളിയാത്തവയുണ്ട്. ഇവയുടെ എല്ലാം ബാറ്ററികൾ പല ഘട്ടങ്ങളിലായി മോഷണം പോയിരുന്നു. നിരവധി ബാറ്ററികൾ പിടിയിലായവർ മോഷ്ടിച്ചതായാണ് സൂചന. ഇരുവരെയും പൊൻകുന്നം പോലീസ് കൂരാലിയിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കൂവപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ റേഡിയോ 90 FM ഈ മാസം 21-ന് നാടിന് സമർപ്പിക്കും. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ വിവിധ പ്രദേശങ്ങളിൽ റേഡിയോ 90 FM സിഗ്നൽ ലഭിക്കും. മലയോര ഗ്രാമപ്രദേശങ്ങളിലെ കണക്ടിവിറ്റി കൂട്ടുക, സാധാരണക്കാരുടെ ഇടയിലേക്കെത്തി അവരുടെ ആസ്വാദന തലങ്ങൾക്ക് ഊർജ്ജവും അറിവും പകരുക എന്ന ലക്ഷ്യത്തോടെ കൂവപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് റേഡിയോ 90 FM നാടിന് സമർപ്പിക്കുന്നു. ഈ മാസം 21-ന് രാവിലെ 10 മണിക്ക് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള റേഡിയോ 90 FM നാടിന് സമർപ്പിക്കും. 2022 ജൂലൈ മാസത്തിലാണ് റേഡിയോ 90 FM അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ റേഡിയോ 90 FM സിഗ്നൽ ലഭിക്കും. നിത്യേന 18 മണിക്കൂർ ഇപ്പോൾ റേഡിയോ പ്രവർത്തന നിരതമായിരിക്കുന്നു. കൃഷിക്കാർ, സാധാരണക്കാർ, വനിതകൾ, യുവാക്കൾ, കുട്ടികൾ എന്നിവരുടെ ശബ്ദമാകുന്നതിന് വഴി സമൂഹത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുവാൻ റേഡിയോ 90 FM സാധിക്കും. കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപകൻ ഫാദർ സിജു ജോൺ ആണ് റേഡിയോ സ്റ്റേഷൻ ഡയറക്ടർ. വ്യാഴാഴ്ച നടക്കുന്ന യോഗത്തിൽ അമൽജ്യോതി കോളേജ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗവും റേഡിയോ 90 FM ചേർന്ന് നിർമ്മിക്കുന്ന റേഡിയോ സൈറ്റിന്റെ പ്രകാശനവും കേട്ടറിവ് എന്ന പുതിയ പരിപാടിയുടെ ഉദ്ഘാടനവും റേഡിയോയെ സംബന്ധിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടക്കും. ഈ വരുന്ന വ്യാഴാഴ്ച, അതായത് മാർച്ച് 21-ാം തീയതി രാവിലെ ഗോവ ഗവർണർ ആദരണീയനായ ശ്രീധരൻപിള്ള നമ്മുടെ ഈ കമ്മ്യൂണിറ്റി റേഡിയോ നാടിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ആ പ്രസ്തുത സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോസ് പുളിക്കൽ പിതാവിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കേരള സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ M ജയരാജ്, പൂഞ്ഞാർ നിയോജക മണ്ഡലം MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, പത്തനംതിട്ട ലോകസഭാ മണ്ഡലം MP ശ്രീ ആൻഡു ആന്റണി എന്നിവർ സംബന്ധിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്റ്റേഷൻ ഡയറക്ടർ ഫാദർ സിജു ജോൺ, പ്രോഗ്രാം ഡയറക്ടർ ഫാദർ ജോമി കുമ്പുകാട്ട്, മീഡിയ കോർഡിനേറ്റർ ഫാദർ ബിബിൻ പുളിക്കക്കുന്നൽ, രാധാകൃഷ്ണൻ P, ജയകൃഷ്ണൻ R, സിനോ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ആനയൂട്ട് നടന്നു. വേമ്പനാട് വാസു, കരിമ്പന്നൂർ ഉണ്ണി, രാജശേഖരൻ എന്നീ ആനകൾക്കാണ് ആനയൂട്ട് നടത്തിയത്. ഉണ്ണികൃഷ്ണൻ തിരുമേനി ആനയൂട്ടിന് നേതൃത്വം നൽകി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാഞ്ഞിരപ്പള്ളി ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നും സേവനത്തിനു ശേഷം വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. പൊൻകുന്നം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV അനീഷ് ലാൽ ഉദ്ഘാടനം ചെയ്തു. പ്രവീൺ MR അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജാസ്മിൻ PA, പ്രവീൺ PR, രാഹുൽ R തുടങ്ങിയവർ പങ്കെടുത്തു. 17 അധ്യാപകരാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. അധ്യാപകരെ സംബന്ധിച്ച് നമുക്കറിയാം, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വലിയൊരു സ്ഥാനം. പല ആളുകളെയും സംഘടനാ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ നിശബ്ദരായി സംഘടനാ രംഗത്ത് അംഗങ്ങളായിരുന്നവരൊക്കെ പല ആളുകളും തുടർന്നു വരുന്ന സാമൂഹ്യ രംഗങ്ങളിലെ പല തിരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ പൊതുരംഗത്തുമൊക്കെ വലിയ രീതിയിൽ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരികയും സമൂഹത്തിന്റെ മാറ്റത്തിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് അവർ അറിവിന്റെ വെളിച്ചം പകർന്ന വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നതെങ്കിൽ സമൂഹത്തിന്റെ മുൻപിൽ അവരുടെ ആശയങ്ങളെയും അവർ ആർജിച്ചെടുത്ത അത്രയും കാലത്തെ അറിവുകളെയും പകർന്നു നൽകുവാൻ കഴിഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ തന്നെ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ് അധ്യാപക സംഘടന എന്നുള്ളതിലേക്ക് KSTA പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മിക്കവരെയും സംബന്ധിച്ചത്. പാലാ പുലിയന്നൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ പുതിയ ട്രാഫിക് പരിഷ്കാരം നിലവിൽ വന്നു. മരിയൻ പുലിയന്നൂർ റോഡിൽ 1 വേ സംവിധാനമാണ് ഏർപ്പെടുത്തിയത്.
അപകടങ്ങൾ തുടർക്കഥയായ പാലാ മരിയൻ ജംഗ്ഷൻ പുലിയന്നൂർ ഭാഗത്ത് വൺവേ സംവിധാനം നിലവിൽ വന്നു. നഗരസഭാ അധ്യക്ഷൻ ഷാജു വി തുരത്തൻ, ബൈജു കൊല്ലംപറമ്പിൽ, ജിമ്മി ജോസഫ്, RDO KP ദീപ, DYSP VL സദാൻ, CI ജോബിൻ ആന്റണി, SI K ബിനു, ട്രാഫിക് SI അശോകൻ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ അനു, നഗരസഭാ ജീവനക്കാർ, സിവിൽ പോലീസ് ഓഫീസർമാർ തുടങ്ങിയവർ പുതിയ സംവിധാനത്തിനായി താൽക്കാലിക ബാരിക്കേഡുകളും ബോർഡുകളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. ഞായറാഴ്ച ഉച്ച മുതൽ ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു. പാലാ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഹൈവേ വഴിയാണ് പോകേണ്ടത്. കോട്ടയം ഭാഗത്തു നിന്നും പാലായ്ക്ക് വരുന്ന വാഹനങ്ങൾ പുലിയന്നൂർ കാണിക്ക മണ്ഡപത്തിന് സമീപത്തു നിന്നും മരിയൻ ജംഗ്ഷൻ വഴി SH ഹോസ്റ്റലിന് സമീപമെത്തി ഹൈവേയിൽ പ്രവേശിക്കണം. പുലിയന്നൂർ അമ്പലം ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് SH ഹോസ്റ്റൽ ജംഗ്ഷനിലെത്തി ഹൈവേയിൽ പ്രവേശിച്ച് കടന്നു പോകണം. പാലാ ഭാഗത്തു നിന്നും പുലിയന്നൂർ അമ്പലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കാണിക്ക മണ്ഡപത്തിന് സമീപത്തു നിന്നും വലത്തോട്ട് തിരിഞ്ഞു പോകണം. കോട്ടയം ഭാഗത്തു നിന്നും പാലാ ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ അരുണാപുരം PWD റെസ്റ്റ് ഹൌസിന് സമീപം നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും വേണം. വരും ദിവസങ്ങൾ പുതിയ ക്രമീകരണങ്ങൾ നിരീക്ഷിച്ച് ആവശ്യമായ മാറ്റങ്ങൾ തീരുമാനിച്ച് സ്ഥിരം ബാരിക്കേഡുകളും ബോർഡുകളും സ്ഥാപിക്കുമെന്ന് നഗരസഭാ ചെയർമാനും RDOയും DYSPയും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന അശാസ്ത്രീയ വൺവേ ട്രാഫിക് പരിഷ്കാരം പുനഃപരിശോധിക്കണമെന്ന് പാലാ നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം ആവശ്യപ്പെട്ടു. അപകടങ്ങൾ തുടർക്കഥയായിട്ടും ശാശ്വത പരിഹാരത്തിന് ശ്രമിക്കാതെ കൂടിയാലോചനകളില്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അശാസ്ത്രീയ ട്രാഫിക് പരിഷ്കാരം മരിയൻ സെന്റർ ജംഗ്ഷനിലെ ജനജീവിതം താളം തെറ്റിച്ചിരിക്കുകയാണെന്നും ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അതിൽ ശാശ്വതമായ ഒരു പരിഹാരമാണ് കാണേണ്ടതുള്ളത്. ഏകദേശം ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ 12ഓളം ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത്. അപ്പോൾ ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് പകരം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ആ പ്രശ്നത്തെ താൽക്കാലികമായി പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രശ്ന പരിഹാരം മാത്രമാണ് കഴിഞ്ഞ ദിവസം കൂടി ട്രാഫിക് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആ എടുത്ത തീരുമാനങ്ങൾ ഒരു പ്രദേശത്തെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. നാടിന്റെ നന്മയ്ക്കായി പുതിയ കർമ്മ പരിപാടികളുമായി സാമൂഹ്യ പ്രവർത്തകൻ രതീഷ് നക്ഷത്ര എലിക്കുളം MGM സ്കൂളിൽ ബ്ലഡ് ഫോറം രൂപീകരിക്കുകയും കുട്ടികളുടെ പങ്കാളിത്തത്തോടെ സഹായനിധിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. സമൂഹ നന്മയ്ക്കായി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ രതീഷ് കുമാർ നക്ഷത്ര എലിക്കുളം MGM NSS സ്കൂളിലെ PTA സഹകരണത്തോടെ പുതിയ 2 കർമ്മ പരിപാടികൾക്ക് രൂപം നൽകി. ചികിത്സയ്ക്കും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കും രക്തം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ ആവശ്യക്കാർക്ക് എളുപ്പത്തിൽ രക്തം ദാനം ചെയ്യാൻ സൗകര്യമുളവാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളുടെയും ജീവനക്കാരുടെയും അഭ്യുദയകാംക്ഷികളുടെയും പങ്കാളിത്തത്തോടെ ബ്ലഡ് ഡോണർമാരെ കണ്ടെത്തി ബ്ലഡ് ഡോണേഴ്സ് ഫോറം രൂപീകരിച്ചു. രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായ ആളുകളുടെ പേരും വിവരങ്ങളും ഉൾപ്പെടെയുള്ള ഒരു ഡയറക്ടറി പുറത്തിറക്കി. ഇതോടൊപ്പം വിദ്യാലയത്തിൽ കുട്ടികൾക്കിടയിൽ സേവന മനോഭാവം വളർത്തിയെടുക്കുന്നതിനായി ഒരു സഹായനിധി രൂപീകരിക്കുകയും ചെയ്തു. കുട്ടികൾക്ക് തങ്ങൾക്ക് കിട്ടുന്ന പണത്തിന്റെ ഒരു പങ്ക് അവരുടെ താൽപര്യമനുസരിച്ച് നിക്ഷേപിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കുന്നത്. വർഷാവസാനം അവരുടെ തന്നെ മേൽനോട്ടത്തിൽ അർഹതപ്പെട്ട ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ കൈത്താങ്ങാവുന്നതിനായി ഉപകരിക്കാനും ഉതകുന്ന ഒരു സഹായനിധി ശേഖരിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലഡ് ഡോണേഴ്സ് ടീമിന്റെ ഉദ്ഘാടനം പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ PRO ജയകുമാർ KR നിർവഹിച്ചു. നമ്മുടെ വീട്ടിൽ നമ്മളുടെ ചെറിയ കൂട്ടായ്മ രൂപപ്പെടുന്നത് എങ്കിൽ അത് സമൂഹത്തിന് മാതൃകയാണ്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മാതൃകയാണ്, നമ്മുടെ ജീവിതത്തിന് മാതൃകയാണ്. ആ മാതൃക പിന്തുടരുവാൻ നിങ്ങൾ കാണിച്ച ഈ കൂട്ടായ പരിശ്രമത്തെ എല്ലാ അർത്ഥത്തിലും പൊൻകുന്നം ജനറൽ പോലീസിന് വേണ്ടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചുകൊണ്ട് നൽകുന്നു. നന്ദി, നമസ്കാരം. സഹായനിധി ഉദ്ഘാടനം സ്കൂൾ മാനേജർ TS രഘുവും നിർവഹിച്ചു. വാർഡ് മെമ്പർ ദീപ ശ്രീജേഷ്, എലിക്കുളം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് C മനോജ്, പ്രധാന അധ്യാപിക അമ്പിളി KA, മാതൃസംഗമം അധ്യക്ഷ ആൽബി മഹേഷ് തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കൊടുങ്ങൂർ ശ്രീദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തിരക്കേറുന്നു. വൈകുന്നേരങ്ങളിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. ഞായറാഴ്ച വൈകിട്ട് കൊടുങ്ങൂർ സൗപർണിക നൃത്തവിദ്യാലയത്തിന്റെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. അറിയിപ്പ്.
കോട്ടയം ജില്ലയിലെ അംഗീകൃത ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ താമസിച്ചു വരുന്ന കുട്ടികളെ വേനൽ അവധിക്കാലത്ത് പോറ്റി വളർത്താൻ താൽപര്യമുള്ള രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ താമസിച്ചു വരുന്ന കുട്ടികൾക്ക് വൊക്കേഷൻ കാലയളവിൽ കുടുംബത്തിന്റെ ശ്രദ്ധയും സംരക്ഷണവും സ്നേഹപരിലാളനയും ലഭ്യമാക്കി സുരക്ഷിതമായി വളരാൻ സാഹചര്യമൊരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 6 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെ സ്കൂൾ അവധിക്കാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്വന്തം വീട്ടിൽ സംരക്ഷിക്കാൻ പ്രാപ്തിയും സന്നദ്ധതയുമുള്ള 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള ദമ്പതികൾക്ക് പദ്ധതി പ്രകാരം അപേക്ഷിക്കാം. ഒന്നിലധികം കുട്ടികളെ സംരക്ഷിക്കുവാൻ സന്നദ്ധരായവർക്ക് മുൻഗണന വെക്കേഷൻ ഫോസ്റ്റർ കെയർ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുന്ന ദമ്പതികളെ ദീർഘകാല ഫോസ്റ്റർ കെയറിലേക്കും പരിഗണിക്കുന്നതാണ്. താൽപര്യമുള്ളവർ കോട്ടയം അണ്ണാൻകുന്നിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് ഫോൺ 8281893454. 2023-24 അധ്യയന വർഷത്തിലെ പൊതുപ്രവേശന പരീക്ഷയിൽ മെറിറ്റിൽ അഡ്മിഷൻ നേടി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യ ലാപ്ടോപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ 048125855510. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. BJPയുടെ B ടീമാണ് CPM എന്ന് രമേശ് ചെന്നിത്തല. പൊൻകുന്നം കൂരാലിയിൽ സോളാർ ലൈറ്റിന്റെ ബാറ്ററികൾ മോഷണം പോയ സംഭവം. 2 പേരെ പൊൻകുന്നം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ആവേശം പകർന്ന് UDF കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കൺവെൻഷൻ. കേന്ദ്ര സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താകുമെന്ന് മോൻസ് ജോസഫ് MLA. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.